ഹായ് ഫ്രണ്ട്സ്, പൈത്തഗോറസിനെ കുറിച്ച് കേൾക്കാത്തവർ വിരളമായിരിക്കും. പൈത്തഗോറസ് BC 570 ആണ്ടിൽ ഗ്രീസിൽ ജനിച്ചു. അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഒരു വ്യാപാരിയായിരുന്നു. അദ്ദേഹം വളരെ ചെറുപ്പത്തിൽ തന്നെ മാത്തമാറ്റിക്സിലും ഫിലോസഫിയിലും വളരെ തൽപരനായിരുന്നു. അദ്ദേഹം മനസ്സിലാക്കി ഈ ഭൂമിയുടെ ഷേപ്പ് ഗോളാകൃതിയാണ്, പക്ഷേ ഈ ഭൂമിയാണ് ഈ യൂണിവേഴ്സിൻ്റെ സെൻറ്റർ എന്ന് അദ്ദേഹം ധരിച്ചു. വിദ്യാഭ്യാസം പൂർത്തിയാക്കിയതിന് ശേഷം അദ്ദേഹം ഗ്രീസിൽ നിന്ന് ഇറ്റലിയിലേക്ക് മാറി അവിടെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം സ്കൂൾ ഓഫ് മാത്തമാറ്റിക്സ് ആൻഡ് ഫിലോസഫി സ്ഥാപിച്ചു. അവിടെ അദ്ദേഹം വളരെ നാളുകൾ അധ്യാപകനായി ജോലി ചെയ്തു. അദ്ദേഹത്തിൻ്റെ സംഭാവനകളാണ് ഓഡ് നമ്പേഴ്സ്, ഈവൺ നമ്പേഴ്സ്, പ്രൈം നമ്പേഴ്സ്, ഇറേഷണൽ നമ്പേഴ്സ്. ഇതിൽ അദ്ദേഹം വളരെയധികം ഗവേഷണങ്ങൾ നടത്തി. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആ സംഭാവന അതാണ് പൈത്തഗോറസ് തിയറം. എന്താണ് പൈത്തഗോറസ് തിയറം? പൈത്തഗോറസ് തിയറം പറയുന്നത് ഒരു മട്ട ത്രികോണത്തിൽ ലംബം സ്ക്വയറും പാദം സ്ക്വയറും കൂട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ കർണം സ്ക്വയറിന് തുല്യമായിരിക്കും എന്നതാണ് ആ പൈത്തഗോറസ് തിയറം പറയുന്നത്. ഇൻ എ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ, hypotenuse square of the hypotenuse is the same as the sum of the squares of other two sides. എന്താണ് പൈത്തഗോറസ് തിയറം? In a right angled triangle, a square plus b square equal to c square. ഇത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. ഇതിന്റെ പാദം എ, ഹൈറ്റ് ബി, ഹൈപ്പോട്ടനസ് കർണം സി, ബേസ് എ, ഹൈറ്റ് ബി, ഹൈപ്പോട്ടനസ് സി. അങ്ങനെയാണെങ്കിൽ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഈക്വൽ ടു സി സ്ക്വയർ. ഇതാണ് പൈത്തഗോറസ് തിയറം നമ്മളോട് പറയുന്നത്. ഇത് എങ്ങനെ പ്രൂവ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അതിന് ആദ്യം നമ്മളൊരു സ്ക്വയർ കൺസിഡർ ചെയ്യുന്നു. ഒരു സ്ക്വയർ, ഈ സ്ക്വയറിൽ അതിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ സ്ക്വയർ വരയ്ക്കുന്നു. ഈ സ്ക്വയറിന്, വലിയ സ്ക്വയറിന് നമ്മൾ എ എന്ന് പേര് കൊടുക്കുന്നു, ചെറിയ സ്ക്വയറിന് ബി എന്ന് പേര് കൊടുക്കുന്നു. ഈ വലിയ സ്ക്വയറിന്റെ സൈഡ്, ഈ ഡിസ്റ്റൻസ് സ്മോൾ എ ആണെന്ന് കരുതാം. ഇവിടെ മുതൽ ഇവിടെ വരെ ഡിസ്റ്റൻസ് ബി ആണെന്ന് കരുതാം. അങ്ങനെയാണെങ്കിൽ ഇതെല്ലാം എ ബി എ ബി എ ബി ഇങ്ങനെ വരുള്ളൂ. ഈ ചെറിയ സ്ക്വയറിന്റെ ഒരു സൈഡ് സി ആണെന്ന് കരുതാം. ഇനി നമുക്ക് ഇത് പ്രൂവ് ചെയ്യാം. നമുക്കറിയാം ഈ വലിയ സ്ക്വയറിന്റെ ഏരിയ നമുക്ക് ഈ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ, ഇത് റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണല്ലോ, ഇത് സ്ക്വയർ ആയതുകൊണ്ട് ഇത് 90 ഡിഗ്രി ആയിരിക്കും. ഈ ആംഗിൾ എല്ലാം 90 ഡിഗ്രി. അതുകൊണ്ട് ഓരോ ട്രയാംഗിളും റൈറ്റ് ആംഗിളിലായിരിക്കും. അപ്പൊ നമ്മൾ ഈ റൈറ്റ് ആംഗിൾ ട്രയാംഗിളിന്റെ ഏരിയ നമുക്ക് കാണാൻ അറിയാം. നമുക്ക് ഈ വലിയ സ്ക്വയറിന്റെ ഏരിയ നമുക്ക് കാണാൻ ശ്രമിക്കാം. അത് ഈ ട്രയാംഗിളിന്റെ ഏരിയകളും ഈ ചെറിയ സ്ക്വയറിന്റെ ഏരിയ യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ വലിയ സ്ക്വയറിന്റെ ഏരിയ കാണാം. നമുക്ക് ആദ്യം ഈ ട്രയാംഗിളിന്റെ ഏരിയ കാണാം. റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ, ഏരിയ ഓഫ് ട്രയാംഗിൾ നമുക്കറിയാം. അതിന്റെ ഫോർമുല ഹാഫ് ബി എച്ച്, ഹാഫ് ഇൻറ്റു ബി ഇൻറ്റു എച്ച്. ബി എന്ന് പറഞ്ഞ ബേസ്, എച്ച് എന്ന് പറഞ്ഞ ഹൈറ്റ്. ഇത് റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആയതുകൊണ്ട് ബി ഇവിടെ എച്ച് ആണ്, എ ആണ് ഇവിടെ ബേസ്. ഹാഫ് ഇൻറ്റു ബി, ബേസിന് പകരം എ എന്ന് എഴുതാം, എച്ചിന് പകരം ബി എന്ന് എഴുതാം. ഹാഫ്
AB. അത് ഒരു ട്രയാങ്കിളുടെ ഏരിയ നമുക്ക് കിട്ടി. അങ്ങനെയാണെങ്കിൽ 4 ട്രയാങ്കിളുടെ ഏരിയ. ഏരിയ ഓഫ് ട്രയാങ്കിൾസ് ഈക്വൽ ടു 4 into half AB. That's equal to 2AB. ഇനി അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം, ഏരിയ ഓഫ് ദി സ്മോൾ സ്ക്വയർ B. Area of square B equal to side into side. That's equal to, ഇതിന്റെ side and length C ആണ്, C into C. That is equal to C square. Therefore, area of the square A area of the square A equal to area of square B plus area of triangle. That is equal to area of square B, that is equal to C square plus area of triangle, that is 2AB. Equation 1. നമുക്കറിയാം ഈ വലിയ സ്ക്വയറിന്റെ ഏരിയ കാണാനായിട്ട് നമുക്ക് ഇതിന്റെ ഒരു സൈഡ് A plus B ആണല്ലോ, ഇത് എയും ഇത് ബിയും ആയതുകൊണ്ട് ഈ ടോട്ടൽ സൈഡ് A plus B, അതിന്റെ ഏരിയ നമുക്ക് കാണാം. ഏരിയ ഓഫ് സ്ക്വയർ B A ഈക്വൽ ടു A plus B into A plus B. That's equal to A plus B whole square. That's equal to A square plus B square plus 2AB. ഇത് ഇക്വേഷൻ 2. നമുക്കറിയാം ഈ വലിയ ഏരിയ സ്ക്വയറിന്റെ ഏരിയ നമ്മൾ അവസാനം കണ്ടുപിടിച്ചു, A square plus B plus 2AB. അത് ആദ്യം കണ്ടത് തുല്യമാണെന്ന് നമുക്ക് മനസ്സിലായി. കാരണം നമ്മൾ ആദ്യം കണ്ടത് ഈ ട്രയാങ്കിൾ ഏരിയകൾ കണ്ടു, ചെറിയ ഏരിയ സ്ക്വയറിന്റെ ഏരിയ തമ്മിൽ കൂട്ടി, അപ്പോൾ നമുക്ക് കിട്ടുക ഈ വലിയ സ്ക്വയറിന്റെ ഏരിയ. Therefore, A square plus B square plus 2AB equal to C square plus 2AB. 2AB cancel ചെയ്തു. That is A square plus B square equal to C square. ഇതാണ് ഇതിന്റെ പ്രൂഫ്. A square plus B square equal to C square. In a rectangle triangle, A square plus B square equal to C square. അതാണ് പൈത്തഗോറസ് തിയറം. ഇത് നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായി എഴുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.